അങ്ങകലെ ബഗ്ദാദില് ധാരാളം തെറ്റ് ചെയ്യുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ ഉമ്മയാണെങ്കിലോ നല്ല ഒരു സ്വാലിഹത്തായ ഉമ്മയാണ്. മകൻ തലതിരിച്ച മകനാണ്. ആ മകന് മദ്യപാനിയായ മകനാണ്. നാട്ടുകാർക്കൊക്കെ വലിയ ദേഷ്യമാണ്. ഒരു നല്ല കാര്യം പോലും അയാളെ ജീവിതത്തിൽ അയാൾ ചെയ്യാറില്ല. ഉമ്മ എപ്പോഴും വഴക്ക് പറയും. എന്നാലും ഉമ്മാന്റെ കൂടെ തന്നെയാണ് അയാളെ ജീവിതമുള്ളത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും അയാൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡയറിയില്ല തെറ്റ് എഴുതി വെക്കോ, മദ്യപിച്ച മദ്യപാനത്തെ കുറിച്ച് എഴുതി വെക്കോ, ചീത്ത വിളിച്ചാൽ അതവിടെ എഴുതി വെക്കോ. ഇങ്ങനെ തെറ്റ് ചെയ്താൽ മുഴുവനോ അയാളെ ഡയറിയിൽ എഴുതി വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഒറ്റക്കിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോഴാ വീടിന്റെ വാതിൽ വന്ന് ഒരാൾ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ട് ഈ മനുഷ്യൻ ചെറുപ്പക്കാരന് സുബ്ഹാനല്ലാഹ് വീട്ടിലേക്ക് കേറി വന്ന ആളാരാണെന്ന് നോക്കാൻ വേണ്ടി വാതിൽ വന്ന് തുറന്നു നോക്കുമ്പോ ഫവജതി ഇംറഅതൻ ജമീല, കഥേ വെള്ളം നനഞ്ഞ ശരീരവുമായി സുന്ദരിയായ ഒരു പെണ്ണ് വന്ന് കരയുകയാണ്. ആ പെണ്ണിനെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, എന്തിനാ പെണ്ണ് എന്റെ അടുക്കൽ ഈ നേരത്തെ നിങ്ങൾ കയറി വന്നത്? സുബ്ഹാനല്ലാഹ്, പെണ്ണ് പറഞ്ഞു, ഇന്ദി ഐതാമും അകലു തുആമൻ മുൻദു സലാസതി അയ്യാം, എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് 3 മക്കളെ എനിക്ക് തന്നിട്ടുണ്ട്. അവര് പറക്കമുറ്റാത്ത മക്കളാണ്. ആ മക്കള് യതീം മക്കളാണ്. 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ, മദ്യത്തിലായ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നാ പിന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോര്, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നോളാ. ഈ വാക്കിന്റെ സ്വരത്തിന്റെ ചലനത്തിന്റെ ഇയാളുടെ ആകൃതിയുടെ കോലത്തിന്റെ സംസാരത്തിന്റെ ശൈലി മനസ്സിലായപ്പോ ഈ പെണ്ണിന് കാര്യം പിടികെട്ടി. പെണ്ണ് മനസ്സിൽ പറഞ്ഞു, പടച്ചറബേ ഇന്നെ കാക്ക് ഞാൻ എവിടാ വന്ന് കുടുങ്ങിയിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ നിർബന്ധിച്ച് വലിക്കുമ്പോ പെണ്ണ് വരാൻ തയ്യാറായില്ല. വലിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉടനെ തന്നെ പെണ്ണ് ദുആയിരുന്നു, യാ കാശിഫ കുല്ലി ശിദ്ദത്തിൻ യഅസിംനി മിൻഹു, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവലെതിരുന്ന റബ്ബേ, ഈ വലിയ മുസീബത്തിൽ നിന്ന് നീ എന്നെ കാത്താലോ, എന്നെ നീ കുടുക്കല്ല അല്ലാ. ഈ പെണ്ണ് റബ്ബിനോട് ദുആയിരക്കുകയാണ്. എന്നിട്ട് ഇയാൾക്കൊരു മാറ്റമല്ല. പെണ്ണിനെ വലിച്ച് വീടിന്റെ അകത്തളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ആ ചെറുപ്പക്കാരി പെണ്ണ് പറയാണ്, നീ പറയുന്നതിനൊക്കെ ഞാൻ തയ്യാറായിക്കോളാ, പക്ഷേ ഇസ്മഅഖൂലു, നിന്നോട് ചില വാക്ക് പറയട്ടെ, അതൊന്ന് കേട്ടതിന് ശേഷം ആക്കാലോ. ഞാൻ പറയുന്ന വാക്കുകളൊന്ന് കേട്ടിട്ട് പോരെ, എന്നൊന്ന് വെറുതെ വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ കേൾക്കുന്നില്ലെങ്കിലോ ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് കേട്ടൂടെ എന്ന് പറഞ്ഞ പെണ്ണാ മനുഷ്യനോട് പറയാണ്, അലാ അയ്യുഹന്നാസി ലിയൗമി റഹീലി അറാക അനിൽ മൗതിൽ മുഫരീഖിൽ അഹിയാ, നാളെ പോകേണ്ട യാത്രയുടെ ദിവസത്തെ കുറിച്ച് ചിന്തയില്ലാതെ മറന്നുപോയ മനുഷ്യ, അറാക അനിൽ മൗതിൽ മുഫരീഖിൽ അഹിയാ, അതേ നിന്നെ വിട്ടുപിരിപ്പിക്കുന്ന മക്കളെ കൊണ്ടുപോകുന്ന, ഉമ്മയെയും മകനെയും വേർതിരിപ്പിക്കുന്ന, സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, എല്ലാ സൗകര്യങ്ങളിൽ നിന്നും പിറിച്ചു മാറ്റുന്ന ആ മരണത്തെ കുറിച്ച് നീ ഓർത്തിട്ടില്ല എന്നാ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വലം യഖുറുജു ഇല്ലാ ബികുത്നി വഖിറഖതിന വമാ അമറു മിമ്മൻ സിലില്ലൽ ഖലിയാ,
നീ എത്ര വലിയ സമ്പന്നനായാലും സുന്ദരിയായാലും സുന്ദരനായാലും നിന്നെ കൊണ്ടുപോകാൻ ധാരാളം വാഹനങ്ങൾ നിന്റെ വീട്ടിലുണ്ടായാലും ആ വിലപിടിപ്പുള്ള ഒരു വാഹനത്തിലോ നിന്റെ മയ്യത്തിനെ കൊണ്ടുപോകൂല. എല്ലാവരെയും കൊണ്ടുപോകുന്ന 6 കാലുള്ള കട്ടിലില്, ആ 6 കാലിലുള്ള കട്ടിലില് എല്ലാവരാലും പിക്കി പൊക്കി പിടിച്ചിട്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത കളറാകുന്ന വെള്ള വസ്ത്രത്തില്, ആ വെള്ള വസ്ത്രത്തിന്റെ കൂടെ ഒരു കളർ ഷർട്ടോ നിനക്ക് നൽകൂല. ആ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടല്ലേ കൊണ്ടുപോകുന്നത്. നീ പടുത്തുണ്ടാക്കിയ വീട്, ആ പടുത്തുണ്ടാക്കിയ വീട്ടിലെ ആ വീടിനെ എല്ലാം ഒഴിവാക്കി പോവുകയാണ്. ഇതുവരെ നീ താമസിച്ച വീട്ടിലേക്ക് ഇനി വരൂല്ല. നീ ചെന്ന് കിടക്കുന്ന കബറിന്റെ പരിസരത്ത് കൊല്ലങ്ങൾക്ക് മുമ്പേ നീ മറവ് ചെയ്ത 1000കണക്കിന് മയ്യത്തുകളുണ്ട്. ഓ എന്റെ ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഏനി ഉസ്താദ് മാത്രമല്ലല്ലോ, 1000കണക്കിന് മനുഷ്യന്മാരെ നമ്മളവിടെ കൊണ്ടാക്കിയില്ലേ. എത്ര വലിയ സൗന്ദര്യമുള്ള ആളുകളായാലും ആ കബറിലേക്ക് വെച്ചിട്ട്, കബറിന്റെ ഉള്ളിലേക്ക് കിടത്തിയിട്ട്, കവിൾത്തടത്തിന്റെ ഭാഗത്തുള്ള സ്വൽപഭാഗം മാറ്റി വെച്ചിട്ട് ഇതുവരെ മണ്ണ് പുരളാതെ സൂക്ഷിച്ച കവിൾത്തടത്തെ മണ്ണിലേക്ക് ചേർത്ത് വെക്കണമെന്നല്ലേ. എത്ര ആളുകളെ മറവ് ചെയ്തു, ആലോചന വരുന്നില്ല അല്ലേ. ഇതാണ് ആ പെണ്ണ് ഈ ചെറുപ്പക്കാരനോട് പറയുന്നത്. ഓ എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരെ സുഹൃത്തുക്കളെ, ഓ എന്റെ ചെറുപ്പക്കാരി മക്കളെ, പുതിയ കാലല്ലേ ഉസ്താദേ, ഇത് നിങ്ങൾ വിചാരിച്ച 90 കാലയളവല്ല. നിങ്ങളൊക്കെ പറയുന്നത് തന്ത വൈബാണ്, പക്ഷേ ഇത് വൈബൊന്നുമല്ല, ഖുർആനാണ്. ആരംഭ ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കുകളാണ്. ഇതൊക്കെ ഒഴിവാക്കി പോകും. ഏത് ലിബറീസവും സമ്മതിക്കുന്ന കാര്യമാണല്ലോ മരണം. ഇതുവരെ മരണത്തെ നിഷേധിക്കുന്ന ഒരു ഡോക്ടറെ ആരിഫും വന്നിട്ടില്ല, ഒരു ജബ്ബാർ മാഷും വന്നിട്ടില്ല, ഒരു ജാമിദ ടീച്ചറും വന്നിട്ടില്ല. അങ്ങനെ ഒരു മരണം പട നടക്കൂല എന്ന് ഒരു യുക്തിവാദിയും പറയൂല. നിന്നിലേക്ക് മരണം വന്നു ചേരുക തന്നെ ചെയ്യും. ചേർന്നാ പിന്നെ കൊണ്ടുപോയി കിടത്തുമ്പോ നിന്റെ അടുക്കൽ നിന്റെ ഉമ്മ വരൂല പൊന്നെ, നിന്റെ ഒരു രാഷ്ട്രീയ നേതാക്കളും വരൂല, ഒരു പഞ്ചായത്ത് മെമ്പറും നിന്റെ കൂടെ വന്ന് കിടക്കൂല. അന്ന് ഞാൻ കിടക്കുന്നത് ഒറ്റക്കായിരിക്കും. ഇന്ന് വീട്ടിൽ ഒറ്റക്ക് കിടക്കുമ്പോ മക്കളില്ലെങ്കിൽ വേവലാതിയാണല്ലേ. സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മാന്ന് വിളിക്കുന്ന സമയത്ത് പൊന്നുമ്മാന്റെ വിളിയുടെ മറുപടി കേൾക്കാതിരുന്നാല് സുബ്ഹാനല്ലാഹ്, അമ്മടുക്കാ പോയത് എന്ന് ചോദിച്ച് മനസ്സ് വേവലാതിപ്പെടാറുണ്ടല്ലേ. എന്നാ പിന്നെ നാളത്തെ കബറില് നിന്റെ ഉമ്മ വരൂല, നിന്റെ ബാപ്പയും വരൂല, നിന്റെ കട്ടച്ചങ്ങും വരൂല, നിന്റെ ഒരു ലേഡി ഫ്രണ്ട്സും വരൂല. അവിടെ ഒറ്റക്ക് പോയി കിടക്കേണ്ട സ്ഥലത്ത് എനിക്കും നിങ്ങൾക്കും കാവലായി മരിക്കുന്ന നേരത്തൊരു കാവലുണ്ട്, ഖബറിൽ ഒരു കാവലുണ്ട്, മശ്ശറയിൽ ഒരു കാവലുണ്ട്, സിറാത്ത് പാലത്തിൽ ഒരു കാവലുണ്ട്, മീസാൻ എന്ന തുലാസിന്റെ ചാരത്തൊരു കാവലുണ്ട്. ആ കാവലും മുത്തൊളി മുഹമ്മദ് മുസ്തഫ നിബിതങ്ങളാണ് ട്ടോ. ചില മുഅ്മിനീങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിബിതങ്ങളെ ആത്മാവ് ആ മയ്യത്തിനെ അനുഗമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഏറ്റവും ഒരു മനുഷ്യന് വേദനയുള്ള സമയം കുളിപ്പിക്കുന്ന നേരത്തെ ശരീരത്തില്
അതേ ചീരയുണ്ടൊരുക്കുമ്പഴാ വെള്ളം ഒഴിക്കുന്ന നേരത്ത് പോലും പൊള്ളുന്ന വേദനയായിരിക്കും. ഈ സമയത്തും ഹബീബായ തങ്ങളുടെ ചില സാന്നിധ്യം വരുന്ന മയ്യത്തുകളുണ്ട്. പതുക്കെ തൊടടാ, അയാൾ എന്നെ മുഹിബായിരുന്നെന്ന് പറയുന്നൊരു ഘട്ടം. ഇനിയോ ഖബറിലേക്ക് വെക്കുന്ന നേരം ഹബീബായ തങ്ങളെ തിരികരങ്ങളിലേക്ക് മയ്യത്തിന് നൽകപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന ചില ആളുകളുണ്ട്. ഉമ്മമാരെ, ആകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചോദിക്കുന്നതിന് നമുക്ക് തടസ്സമില്ലല്ലോ. യജമാനനായ റബ്ബ് ചോദിക്കുന്നതൊക്കെ തന്നാലും അള്ളാഹ്ക്കൊരു നഷ്ടവും വരാനില്ല, ഖജനാവിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. റഹ്മാനായ റബ്ബേ, നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഹബീബായ തങ്ങളെ കാവല് കൂട്ടുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളില് സാധുക്കളായ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നബി തങ്ങളെ കണ്ടോണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കണം. അവിടുന്ന് ചൊല്ലിത്തരുന്ന തഹ്ലീലൊന്ന് ചൊല്ലണം. റബ്ബ് തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.